ഹ്യൂമാനിസം എന്ന പാഠത്തിൻ്റെ അടുത്ത ഭാഗം നോക്കാം. പേജ് നമ്പർ 22, റിനൈസൻസ് ആൻഡ് സയൻസ്, നവോത്ഥാനവും ശാസ്ത്രവും. ഗലീലിയോയുടെ ജീവിതം എന്ന നാടകത്തിൽ നിന്നെടുത്ത ഒരു ഇൻട്രൊഡക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. അതൊന്ന് വായിക്കാം. In the year 1609, the light of science shone in his modest house in Padua as Galileo set out to prove that the sun is fixed and the earth is on the move. 1609 ശാസ്ത്രത്തിൻ്റെ പ്രകാശം ഉദിച്ചുയരാൻ ആരംഭിച്ചു. പാതുവ നഗരത്തിലെ തൻ്റെ വീട്ടിലിരുന്നു കൊണ്ട് ഗലീലി സൂര്യൻ നിശ്ചലമാണെന്നും ഭൂമിയാണ് സഞ്ചരിക്കുന്നതെന്നും തെളിയിക്കാൻ ശ്രമം ആരംഭിച്ചു. This is the introduction of the play on the life of Galileo by the famous German playwright Bertolt Brecht. Until the 16th century, the belief that the earth was the center of the universe prevailed. These lines refer to the attempts made by Galileo, who challenged and negated the geocentric belief. Let us discuss how the Renaissance influenced the existing beliefs and rational thinking in this manner. പ്രശസ്ത ജർമ്മൻ നാടകകൃത്തായ ബർത്തോൾഡ് ബ്രെക്റ്റിൻ്റെ ഗലീലിയോയുടെ ജീവിതം എന്ന നാടകത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ വായിച്ചത്. പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം ഭൂമിയാണെന്നുള്ള വിശ്വാസം 16-ാം നൂറ്റാണ്ട് വരെ നിലനിന്നിരുന്നു. എന്നാൽ ആ വിശ്വാസത്തെ തള്ളിക്കളഞ്ഞ ഗലീലിയോയുടെ പരിശ്രമങ്ങളെക്കുറിച്ചാണ് ഈ വരികൾ സൂചിപ്പിക്കുന്നത്. ഇത്തരത്തിൽ നിലവിലിരുന്ന ചിന്തകളെയും യുക്തിബോധത്തെയും നവോത്ഥാനം അഥവാ റിനൈസൻസ് എങ്ങനെയെല്ലാം സ്വാധീനിച്ചു എന്ന് നമുക്കിവിടെ ചർച്ച ചെയ്യാം. നെക്സ്റ്റ് പേജ്. The Renaissance laid the foundation for the evolution of modern science. Remarkable transformations took place in the field of astronomy during this period. Scientists put forward a groundbreaking view that planetary motions are governed by material forces. The geocentric model of Ptolemy, which positioned Earth at the center of the universe, remained unchallenged until the 16th century. Later, Nicolaus Copernicus, a Polish astronomer and priest, challenged this prevailing doctrine. He presented a revolutionary argument that the center of the universe is not the earth but the sun. Through his observations, Copernicus demonstrated that the earth and the other planets revolve around the sun. എന്താണ് പറയുന്നത്? റിനൈസൻസ് ആധുനിക ശാസ്ത്രത്തിൻ്റെ വളർച്ചയ്ക്ക് അടിത്തറയിട്ടു. നവോത്ഥാനം എന്ന് പറയുന്നത് നവോത്ഥാന കാലഘട്ടം ആധുനിക ശാസ്ത്രത്തിൻ്റെ വളർച്ചയ്ക്ക് അടിത്തറയിട്ടു. ശ്രദ്ധേയമായ മാറ്റങ്ങൾ ഉണ്ടായ ഒരു പ്രധാന മേഖല എന്ന് പറയുന്നത് ജ്യോതിശാസ്ത്രമായിരുന്നു. പ്രപഞ്ചത്തിൻ്റെ ചലനങ്ങളെ നിയന്ത്രിക്കുന്നത് ഭൗതിക ശക്തികളാണ് എന്ന കാഴ്ചപ്പാട് ശാസ്ത്രജ്ഞർ മുന്നോട്ട് വെച്ചു. പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം ഭൂമിയാണെന്നുള്ള ടോളമിയുടെ സിദ്ധാന്തം 16-ാം നൂറ്റാണ്ട് വരെയും അങ്ങനെ തന്നെ നിലകൊണ്ടു. എന്നാൽ പോളണ്ടുകാരനും പുരോഹിതനുമായ കോപ്പർനിക്കസ് ഇതിനെ വെല്ലുവിളിച്ചു. പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം ഭൂമിയല്ല, സൂര്യനാണെന്ന് അദ്ദേഹം വാദിച്ചു. ഭൂമിയും മറ്റ് ഗ്രഹങ്ങളും സൂര്യനെ വലം വയ്ക്കുകയാണ് ചെയ്യുന്നതെന്നും അദ്ദേഹം നിരീക്ഷിച്ചു. നെക്സ്റ്റ് പാര. The revolutionary discoveries of Copernicus were further elucidated and expanded upon by Galileo Galilei and Johannes Kepler. Kepler's path-breaking findings revealed that the speed of planets varied based on their distance from the sun, which laid the foundation towards the end of the 17th century for Isaac Newton's formulation of the theory of gravitation. With the telescope that they designed, Galileo Galilei made seminal discoveries, including satellites of Jupiter and rings of Saturn. Galileo's findings provided conclusive evidence in support of Copernicus principles. കോപ്പർനിക്കസിൻ്റെ വിപ്ലവകരമായ ഇതുപോലെയുള്ള കണ്ടുപിടുത്തങ്ങളെ ഗലീലിയോ ഗലീലി, ജോഹന്നാസ് കെപ്ലർ എന്നിവർ കൂടുതൽ വ്യക്തമായി അവതരിപ്പിച്ചു.
സൂര്യനിൽ നിന്നുള്ള അകലത്തിനനുസരിച്ച് ഗ്രഹങ്ങളുടെ വേഗതയിൽ വ്യത്യാസം വരുന്നുവെന്ന് കെപ്ലർ കണ്ടെത്തി. ഇത് 17-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യത്തിൽ ഐസക് ന്യൂട്ടൺ ഗുരുത്വാകർഷണ സിദ്ധാന്തം ആവിഷ്കരിക്കുന്നതിനെ ശക്തമായി സ്വാധീനിച്ചു. ഗലീലിയോ ഗലീലി താൻ നിർമ്മിച്ച ദൂരദർശിനിയുടെ സഹായത്താൽ വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങൾ, ശനിയുടെ വലയങ്ങൾ എന്നിവ കണ്ടെത്തി. ഗലീലിയോയുടെ കണ്ടെത്തലുകൾ കോപ്പർനിക്കസിന്റെ സിദ്ധാന്തത്തെ ശരിവെച്ചു. ദി റിനൈസൻസ് ഓൾസോ വിറ്റ്നസ്ഡ് സിഗ്നിഫിക്കൻറ്റ് advancements in the field of medicine, particularly anatomy. The Swiss scientist Paracelsus conducted extensive research on the causes of diseases and tried to develop remedies. Meanwhile, Andreas Vesalius pioneered the study of human anatomy through meticulous dissection of cadavers, thereby contributing substantially to the field of human anatomy. നവോത്ഥാനം വൈദ്യശാസ്ത്ര രംഗത്ത് പൊതുവെയും ശരീരശാസ്ത്ര രംഗത്ത് പ്രത്യേകിച്ചും നേട്ടങ്ങൾ കൈവരിച്ചു. സ്വിറ്റ്സർലൻഡുകാരനായ പാരസെൽസസ് രോഗങ്ങളുടെ കാരണങ്ങൾ അന്വേഷിക്കുകയും അവയുടെ പ്രതിവിധികൾ കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്തു. ആൻഡ്രിയസ് വസാലിയസ് മൃതശരീരങ്ങളെ കീറിമുറിച്ച് പരിശോധിക്കുകയും ശരീരശാസ്ത്രത്തിന് പുതിയ അറിവുകൾ സമ്മാനിക്കുകയും ചെയ്തു. ഒരു ക്വസ്റ്റ്യൻ ആണ്. കണ്ടക്ട് എ പാനൽ ഡിസ്കഷൻ ഓൺ ദി കോൺട്രിബ്യൂഷൻ മെയ്ഡ് ബൈ റിനൈസൻസ് സയൻസ് ടു ദി പ്രോഗ്രസ് ഓഫ് മോഡേൺ സൊസൈറ്റി. നവോത്ഥാന കാലഘട്ടത്തിലെ ശാസ്ത്രം നൽകിയ സംഭാവനയെക്കുറിച്ച്, അതായത് ആധുനിക സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് ശാസ്ത്രം നൽകിയ സംഭാവനയെക്കുറിച്ച് ഒരു പാനൽ ചർച്ച സംഘടിപ്പിക്കുക. അടുത്തത് ദി റിഫർമേഷൻ, മത നവീകരണം. ദി ഇൻഫ്ലുവൻസ് ഓഫ് ദി റിനൈസൻസ് എക്സ്റ്റെൻഡഡ് ടു ദി റിയലം ഓഫ് റിലീജിയൻ ഓൾസോ ഇൻ യൂറോപ്പ്. Satirical works penned by humanists like Erasmus, coupled with critiques from John Wycliffe, John Huss and Savonarola, laid the groundwork for protest against certain practices and beliefs within the Catholic Church. One contentious issue was the sale of indulgences, where the church would collect money from believers. Church authorities proclaimed that purchasing indulgences would redeem individuals of their sins. The money thus collected was proposed to fund the construction of hospitals and cathedrals. However, when Johann Tetzel, a Dominican monk, arrived in Germany to promote the sale of indulgences, Martin Luther, a priest, responded by posting his famous 95 Theses on the doors of the Wittenberg Cathedral in 1517. This pivotal event marked the beginning of the Protestant Reformation. Initially, Luther's intention was merely to spark an ideological debate, so he wrote his Theses in Latin instead of German. However, his work was translated into German without his knowledge and as a result widely disseminating it. Subsequently, Luther severed his ties with the church. അതായത് നവോത്ഥാനത്തിൻ്റെ സ്വാധീനം യൂറോപ്പിലെ മതരംഗത്തും പ്രതിഫലിച്ചു. ഇറാസ്മസിനെ പോലുള്ള മാനവികതാവാദികൾ രചിച്ച ആക്ഷേപഹാസ്യ കൃതികളും ജോൺ വൈക്ലിഫ്, ജോൺ ഹാസ്, സവോനാറോള തുടങ്ങിയവരുടെ വിമർശനങ്ങളും കത്തോലിക്ക സഭയിൽ നിലനിന്നിരുന്ന ചില പ്രവണതകൾക്കും വിശ്വാസങ്ങൾക്കും എതിരായി പ്രതിഷേധങ്ങൾ രൂപം കൊള്ളുന്നതിന് കാരണമായി. ജനങ്ങളിൽ നിന്നും പണം സമാഹരിക്കാനായി പുറത്തിറക്കിയ ഇൻഡുൾജൻസസ് എന്ന് പറഞ്ഞാൽ പാപവിമോചന പത്രം. ഈ പാപവിമോചന പത്രത്തിൻ്റെ വിൽപ്പനയായിരുന്നു അക്കാലത്ത് ഏറ്റവും കൂടുതൽ പ്രതിഷേധം ക്ഷണിച്ചു വരുത്തിയത്. പാപവിമോചന പത്രം അഥവാ ഇൻഡുൾജൻസ് പണം നൽകി വാങ്ങിയാൽ പാപങ്ങളിൽ നിന്നും മോചനം നേടാം എന്ന്
മതനേതൃത്വം ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. പാപവിമോചന പത്രത്തിൻ്റെ വിൽപ്പനയിലൂടെ ശേഖരിക്കുന്ന പണം കൊണ്ട് ആശുപത്രികൾ, കത്തീഡ്രലുകൾ തുടങ്ങിയവ നിർമ്മിക്കുക എന്നതായിരുന്നു സഭാ നേതൃത്വത്തിൻ്റെ ലക്ഷ്യം. ഇതിൻ്റെ വിൽപ്പനയ്ക്കായി ജൊഹാൻ തെറ്റ്സൽ എന്ന ഡൊമിനിക്കൻ സന്യാസി ജർമ്മനിയിൽ എത്തിച്ചേർന്നു. ഈ പാപവിമോചന പത്രത്തിൻ്റെ വിൽപ്പനയിൽ പ്രതിഷേധിച്ച് ജർമ്മനിയിലെ വിറ്റൻബർഗ് ദേവാലയത്തിൻ്റെ വാതിലിൽ 1517 മാർട്ടിൻ ലൂതർ എന്ന പുരോഹിതൻ തൻ്റെ 95 പ്രബന്ധങ്ങൾ അഥവാ 95 തീസസ് പതിപ്പിച്ചു. ഇത് പ്രൊട്ടസ്റ്റന്റ് പ്രസ്ഥാനം എന്ന മതനവീകരണ പ്രസ്ഥാനത്തിൻ്റെ ആരംഭമായി കണക്കാക്കുന്നു. പ്രൊട്ടസ്റ്റന്റ് പ്രസ്ഥാനം എന്നൊരു പ്രസ്ഥാനം പിന്നീട് വന്നു. അതിൻ്റെ ആരംഭമായിട്ടാണ് ഈ 95 തീസസ് പതിപ്പിച്ചതിനെ കണക്കാക്കുന്നത്. ഒരു ആശയപരമായ സംവാദം മാത്രമായിരുന്നു മാർട്ടിൻ ലൂതർ ഇതിലൂടെ ലക്ഷ്യമിട്ടത്. അദ്ദേഹം വേറെ ഒന്നും ഉദ്ദേശിച്ചിരുന്നില്ല, ഒരു ആശയപരമായ സംവാദം മാത്രം. ഇത് അദ്ദേഹം എഴുതിയത് ലാറ്റിൻ ഭാഷയിലായിരുന്നു, ജർമ്മൻ ഭാഷയിലല്ലായിരുന്നു, ലാറ്റിൻ ഭാഷയിലായിരുന്നു അദ്ദേഹം തൻ്റെ പ്രബന്ധങ്ങൾ തയ്യാറാക്കിയിരുന്നത്. എന്നാൽ അജ്ഞാതരായ ചിലർ ഇത് ജർമ്മൻ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തി അത് പ്രചരിപ്പിച്ചു. തുടർന്ന് പ്രശ്നങ്ങളൊക്കെ ആയപ്പോൾ അദ്ദേഹം സഭയുമായുള്ള ബന്ധം ഉപേക്ഷിച്ചു. The universities of Germany, particularly Wittenberg University, where Martin Luther taught, played an important role in laying the groundwork for the Reformation. The interests of secular rulers who wished to limit the powers of the clergy and church courts further encouraged the Reformation. Many rulers had grown dissatisfied with the extensive powers of the clergy, particularly in matters of taxation and ecclesiastical appointments. ജർമ്മനിയിലെ സർവകലാശാലകളും ഈ റിഫർമേഷൻ അഥവാ മതനവീകരണത്തിന് പശ്ചാത്തലമൊരുക്കി. മാർട്ടിൻ ലൂതറുടെ പ്രൊട്ടസ്റ്റന്റ് മതനവീകരണത്തിന് കേന്ദ്രമായി പ്രവർത്തിച്ചത് അദ്ദേഹം അധ്യാപകനായിരുന്ന ജർമ്മനിയിലെ വിറ്റൻബർഗ് സർവകലാശാലയായിരുന്നു. പുരോഹിതരുടെയും മതകോടതികളുടെയും അധികാരത്തെ നിയന്ത്രിക്കാൻ ഭരണാധികാരികൾ ആ സമയത്ത് ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ അവരുടെ താല്പര്യങ്ങളും മതനവീകരണത്തിന് കരുത്തു പകർന്നു. നികുതി പിരിവിലും ദേവാലയങ്ങളിലെ നിയമനങ്ങളിലും പുരോഹിതന്മാർക്കുണ്ടായിരുന്ന അധികാരത്തെയും അപ്രമാദിത്വത്തെയും ഭരണാധികാരികൾ ഇഷ്ടപ്പെട്ടിരുന്നില്ല. The influence of humanism became the reason for Reformation, justify this statement. മാനവികതയുടെ സ്വാധീനം മതനവീകരണത്തിന് കാരണമായി. ഈ പ്രസ്താവന വിലയിരുത്തുക. The Reformation that originated in Germany soon spread to other European kingdoms. Ulrich Zwingli and John Calvin in Switzerland assumed leadership in the Reformation movement. In England, King Henry VIII led the Reformation and the Anglican Church emerged there with the monarch serving as its head. This development led to the establishment of the National Church. ജർമ്മനിയിലാണ് ഈ മതനവീകരണം ആരംഭിച്ചത്. അത് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചു. സ്വിറ്റ്സർലൻഡിൽ ഉൾറിച്ച് സിംഗ്ലി, ജോൺ കാൽവിൻ എന്നിവരും ഇംഗ്ലണ്ടിൽ രാജാവായ ഹെൻറി എട്ടാമനുമാണ് മതനവീകരണത്തിന് അഥവാ റിഫർമേഷന് നേതൃത്വം നൽകിയത്. ഇംഗ്ലണ്ടിൽ രാജാവ് തലവനായ ആംഗ്ലിക്കൻ സഭ നിലവിൽ വന്നു. ഇത് ദേശീയ സഭ അഥവാ നാഷണൽ ചർച്ച് എന്ന് അറിയപ്പെട്ടു. കൗണ്ടർ റിഫർമേഷൻ, പ്രതി മതനവീകരണം. Following the Reformation, the Catholic Church initiated efforts to reform itself, a movement known as the Counter-Reformation. As part of this initiative, the church leadership convened the Council Synod of Trent in northern Italy. The objectives of this council were to correct erroneous tendencies within the church and to implement reforms. As a result, the sale of indulgence was banned. A list of books, the index that should not be read by the believers, was published. The court of inquisition, which was there in medieval times, was reinstated.
റിഫർമേഷനെ തുടർന്ന് അഥവാ മതനവീകരണത്തെ തുടർന്ന് കത്തോലിക്ക സഭ സ്വയം നവീകരിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ഇതാണ് കൗണ്ടർ റിഫർമേഷൻ അഥവാ പ്രതിമത നവീകരണം എന്ന് അറിയപ്പെടുന്നത്. ഇതിൻ്റെ ഭാഗമായി വടക്കൻ ഇറ്റലിയിലെ ട്രെൻറ്റിൽ സഭാ നേതൃത്വത്തിൻ്റെ ഒരു സമ്മേളനം അഥവാ സുനഹദോസ് വിളിച്ചു ചേർത്തു. മതരംഗത്തെ തെറ്റായ പ്രവണതകളെ ഒഴിവാക്കി പരിഷ്കരണവുമായി മുന്നോട്ടു പോവുക എന്നതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. തൽഫലമായി പാപവിമോചന പത്രത്തിൻ്റെ വിൽപ്പന നിരോധിച്ചു. വിശ്വാസികൾ വായിക്കാൻ പാടില്ലാത്ത പുസ്തകങ്ങളുടെ പട്ടികയായ ഇൻഡെക്സ് പ്രസിദ്ധീകരിച്ചു. മധ്യകാലത്ത് നിലനിന്നിരുന്ന മതവിചാരണ കോടതി പുനഃസ്ഥാപിച്ചു. അപ്പോൾ ഈ പാപവിമോചന പത്രത്തിൻ്റെ വിൽപ്പനയൊക്കെ നിരോധിച്ചു. ഇൻഡ്യൂൾജൻസിൻ്റെ വിൽപ്പനയൊക്കെ നിരോധിച്ചു. പിന്നെ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ വിശ്വാസികൾ വായിക്കാൻ പാടില്ലാത്ത പുസ്തകങ്ങളുടെ പട്ടികയായ ഇൻഡെക്സ് പ്രസിദ്ധീകരിച്ചു. പിന്നെ ഈ മതവിചാരണ കോടതികളൊക്കെ പുനഃസ്ഥാപിച്ചു. നെക്സ്റ്റ് പാരാ. The Society of Jesus, set up by Ignatius Loyola, a Spanish priest, also played a prominent part in Counter-Reformation. Its members were bound to observe strict discipline and unquestioned obedience. They tried to establish the authority of the Catholic Church by setting up schools and engaging in active missionary work. Counter-Reformation succeeded in eliminating a number of wrong tendencies in the Catholic Church. Counter-Reformation is also known as Catholic Reformation. സ്പെയിൻകാരനായ ഇഗ്നോഷ്യസ് ലയോള എന്ന പുരോഹിതൻ സ്ഥാപിച്ച സൊസൈറ്റി ഓഫ് ജീസസ് എന്ന സഭയും പ്രതിമത നവീകരണത്തിൽ അഥവാ കൗണ്ടർ റിഫോർമേഷനിൽ പ്രധാന പങ്ക് വഹിച്ചു. ഇതിലെ അംഗങ്ങൾക്ക് കർശനമായ അച്ചടക്കവും ചോദ്യം ചെയ്യാതെയുള്ള അനുസരണയും ബാധകമായിരുന്നു. വിദ്യാലയങ്ങൾ സ്ഥാപിച്ചുകൊണ്ടും മതപ്രചാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടും കത്തോലിക്ക സഭയുടെ മേധാവിത്വം ഉറപ്പിക്കാൻ അവർ ശ്രമിച്ചു. കത്തോലിക്ക സഭയിൽ അക്കാലത്ത് നിലനിന്നിരുന്ന നിരവധി തെറ്റായ പ്രവണതകളെ ഇല്ലാതാക്കാൻ ഈ പ്രതിമത നവീകരണത്തിന് അഥവാ കൗണ്ടർ റിഫോർമേഷന് കഴിഞ്ഞു. ഈ കാത്തലിക് റിഫോർമേഷൻ എന്നും ഇത് അറിയപ്പെടുന്നു. അപ്പോൾ കത്തോലിക്ക സഭയിൽ അക്കാലത്ത് നിലനിന്നിരുന്ന തെറ്റായ പ്രവണതകളെ ഇല്ലാതാക്കാൻ പ്രതിമത നവീകരണത്തിന് അഥവാ കൗണ്ടർ റിഫോർമേഷന് കഴിഞ്ഞു. അതുകൊണ്ട് കത്തോലിക്ക മത നവീകരണം എന്നും കൗണ്ടർ റിഫോർമേഷൻ അറിയപ്പെടുന്നു. കാത്തലിക് റിഫോർമേഷൻ എന്നും അറിയപ്പെടുന്നു. കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് റിഫോർമേഷൻ ആൻഡ് കൗണ്ടർ റിഫോർമേഷൻ. മതനവീകരണവും പ്രതിമത നവീകരണവും തമ്മിലുള്ള വ്യത്യാസം കണ്ടെത്തി എഴുതുക. ലാസ്റ്റ് പാരഗ്രാഫ്. The Renaissance marks the evolutionary progress of humanistic ideas that originated in Greco-Roman times. Renaissance was also continuation of the ancient and the Middle Ages. At its core, the Renaissance was characterized by humanism, which focused on humanity and human needs. Through extensive trade contacts and cultural exchange, the Renaissance fostered mutual relationships between Europe and other societies. ഗ്രീക്കോ-റോമൻ കാലം മുതൽക്കേ നിലനിന്നിരുന്ന മാനവിക ആശയങ്ങളുടെ വികാസ പരിണാമ ഘട്ടത്തെയാണ് നവോത്ഥാനം അഥവാ റിനൈസൻസ് അടയാളപ്പെടുത്തുന്നത്. പ്രാചീന മധ്യകാലങ്ങളുടെ തുടർച്ച കൂടിയായിരുന്നു നവോത്ഥാനം. അപ്പോൾ പ്രാചീന ഏൻഷ്യൻ്റ് ഏജിൻ്റെയും മിഡിൽ ഏജിൻ്റെയും ഒക്കെ തുടർച്ചയായിരുന്നു റിനൈസൻസ്. മനുഷ്യനും മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്കും സാധ്യതകൾക്കും സവിശേഷതകൾക്കും കേന്ദ്രസ്ഥാനം നൽകുന്ന മാനവികതയാണ് നവോത്ഥാനത്തിൻ്റെ കാതൽ. റിനൈസൻസിൻ്റെ കാതൽ എന്ന് പറയുന്നത് ഹ്യൂമാനിസമാണ്. യൂറോപ്പും ഇതര സമൂഹങ്ങളുമായുള്ള പരസ്പര ബന്ധത്തിലൂടെയും വ്യാപാര വിനിമയങ്ങളിലൂടെയും വളർന്നു വന്ന നവോത്ഥാനം ലോകത്തെ മുഴുവൻ സ്വാധീനിച്ചു. ഹ്യൂമാനിസം എന്നുള്ള ഈ പാഠഭാഗം ഇവിടെ തീരുകയാണ്. നോട്ട്സൊക്കെ അടുത്ത വീഡിയോയിൽ തരാം.